വേസ്റ്റുകളും പിന്നെ അത് മാത്രമല്ല മാലിന്യം ഒക്കെ കലർന്ന് ഇത് എങ്ങനെ അടിയിൽ കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ എവിടെ നിന്നാണെന്നോ ആരൊഴുക്കുന്നതെന്നും നമുക്ക് അറിയൂടാ. അവിടെ ഒരു ഹോളുണ്ടായിരുന്നു, അവിടെ ഈ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടച്ചതാണ്. ബട്ട് എന്നാൽ ഈ രാത്രിയാകുമ്പോൾ ഇവരിവിടെ നിന്ന് പറ്റിയ വേസ്റ്റ് പമ്പ് ചെയ്തിടുന്നുണ്ട്. 2 തവണ ഇത് ക്ലീൻ ചെയ്തതാണ്, നല്ല വൃത്തിയാക്കിയതാണ്. അപ്പം 2 തവണ വൃത്തിയാക്കിയിട്ടും ഇത് വീണ്ടും ഈ കുളം പഴയപടി തന്നെ. ഇത് ഫ്ലാറ്റിൽ നിന്നോ ഹോസ്റ്റലിൽ നിന്നോ വരുന്നതായിരിക്കാം. 10 മണിക്ക് ശേഷം നമുക്ക് പുറത്തൊന്നും നിൽക്കാനായിട്ട് പറ്റത്തില്ല, ഭയങ്കര സ്മെല്ലാണ്. അകത്തിരുന്നാൽ പോലും മൂക്ക് പൊത്തിയിരിക്കാനേ പറ്റുന്നുള്ളൂ. 60 കുടുംബമാണ് താമസിക്കുന്നത്. ഇതുവരെ ഒരു മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വണ്ടി പോലും വന്നിട്ടില്ല. പിന്നെ ഈ വേസ്റ്റ് എവിടെ പോകുന്നു? ഞങ്ങൾക്കിവിടെ നാറ്റം കാരണം കിടന്നുറങ്ങാൻ നിവർത്തിയില്ല. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ്. എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഫ്ലാറ്റ് ശ്രീകാര്യം ജംഗ്ഷന് തൊട്ട് മുന്നിലുള്ള ഒരു ഫ്ലാറ്റാണ്. ഇതിന് തൊട്ടപ്പുറത്തായി കാണുന്ന ബിൽഡിംഗ് ഒരു ലേഡീസ് ഹോസ്റ്റലാണ്. ഇതിൻ്റെ തൊട്ടു പുറകിലായി നമുക്കൊരു കുളവും കാണുവാൻ സാധിക്കും. നിരവധി പായലുകളും എല്ലാം തന്നെ പിടിച്ചുകൊണ്ടുള്ള ഒരു കുളമാണിത്. വർഷങ്ങളായുള്ള ഇവിടെയുള്ളൊരു കുളമാണ് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ ഏകദേശം ഈ ശ്രീകാര്യം റെസിഡൻസിൽ ഏകദേശം ഒരു 150-ൽ പരം വരുന്ന കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. എന്നാൽ ഈ കുടുംബത്തിന് ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് ഇവർ പറയുന്നത്. കാരണം രാത്രിയുടെ മറവിൽ ഈ ഫ്ലാറ്റിൽ നിന്നും ഈ ലേഡീസ് ഹോസ്റ്റലിൽ നിന്നും വിസർജ്യ മാലിന്യം ഉൾപ്പെടെയുള്ള നിരവധി മലിന വസ്തുക്കൾ ഈ കുളത്തിലേക്ക് തള്ളുകയാണ്. അതായത് രാത്രിയും പുലർച്ചെയും ഇത്തരത്തിൽ ഈ കുളത്തിലേക്ക് തള്ളുകയാണ്. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള രോഗമാണ് ഈ പ്രദേശത്ത് നിലവിലിപ്പോൾ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് കടകംപള്ളി MLA ഇവിടെ ഈ ഒരു കുളം നവീകരിച്ച് വൃത്തിയാക്കി എങ്കിലും വീണ്ടും ഈ ഒരു പ്രവൃത്തി ഈ ഫ്ലാറ്റിൽ നിന്നും ഈ ഹോസ്റ്റലിൽ നിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രദേശവാസികൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഇവിടെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള കുളമാണ്. ഈ കുളം പിന്നെ കുളിക്കുകയും പിന്നെ അലക്കുകാരൊക്കെ അലക്കിക്കൊണ്ടിരുന്ന കുളമാണ്. അങ്ങനെ നല്ല ഒരു കുളമായിരുന്നു. ആ കുളം ഇപ്പം കുറേ നാളുകൾ കൊണ്ട് ഇതിനകത്ത് പിന്നെ വേസ്റ്റുകളും പിന്നെ അത് മാത്രമല്ല മാലിന്യം ഒക്കെ കലർന്ന് ഇത് എങ്ങനെ അടിയിൽ കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ എവിടെ നിന്നാണെന്നോ ആരൊഴുക്കുന്നതെന്നും നമുക്ക് അറിയൂടാ. അപ്പോൾ അത് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ കുളം വൃത്തിയാവുള്ളൂ. അപ്പം നമ്മൾ ഈ ശ്രീകാര്യത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ കുളം കിടക്കുന്നത്. അപ്പം ഇത് ഒരുപാട് തവണ നമ്മൾ പരാതി പറഞ്ഞപ്പം നമ്മൾ കടകംപള്ളി സുരേന്ദ്രൻ സാറിൻ്റെ പിന്നെ ഫണ്ടിൽ നിന്നും ഫണ്ട് അനുവദിച്ച് 2 തവണ ഇത് ക്ലീൻ ചെയ്തതാണ്, നല്ല വൃത്തിയാക്കിയതാണ്. അപ്പം 2 തവണ വൃത്തിയാക്കിയിട്ടും ഇത് വീണ്ടും ഈ കുളം പഴയപടി തന്നെ ഇത് ഉണ്ട്. അപ്പം ഇത് എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ഈ പിന്നെ ഇത് ഒഴുകി വരുന്നത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ മാലിന്യം ഒഴുകി വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയാൻ നമ്മൾ ആദ്യകാലത്തൊന്നും ഇതില്ലായിരുന്നല്ലോ. അപ്പം വലിയ ഫ്ലാറ്റുകളും അതും ഇതുമൊക്കെ ഇവിടെ വന്ന ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പം നമുക്ക് ഇതുവരെ ഞങ്ങൾ ഈ മാലിന്യം ഒഴുകി വരണ എവിടെയാണെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അത് കണ്ടുപിടിക്കണം. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഈ കുളം വൃത്തിയാക്കി കിട്ടണം. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്കിവിടെ പിന്നെ നാറ്റം കാരണം കിടന്നുറങ്ങാൻ നിവർത്തിയില്ല. കൊതുക് ശല്യം. എൻ്റെ കൊച്ചിന് കുഞ്ഞുവാവെ കൊതുക് കടിച്ച് അങ്ങനെ രാവിലെ കാലെല്ലാം നല്ല നീരായി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് ചികിത്സ നടത്തി. അത് പിന്നെ കുഴപ്പമില്ല ഇപ്പോൾ. അപ്പോൾ എന്നാലും നമുക്കിവിടെ കിടന്നുറങ്ങണ്ടേ, അത്രയ്ക്ക് നാറ്റമാണ്. പ്രശ്നമില്ലായിരുന്നു ഈ ഫ്ലാറ്റ് വന്നതിന് ശേഷമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം പിന്നെ ഇതുവരെ ഇങ്ങനെ ഇല്ലാത്തൊരു സംഭവം ഇപ്പോൾ ഉണ്ടായ കാരണം നമുക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ടില്ല ഇത് എങ്ങനെയാണ് എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പം അത് പിന്നെ അധികാരികൾ അത് കണ്ടുപിടിക്കണം അത് എങ്ങനെയാണെന്നുള്ളത്. കാരണം പിന്നെ സുരേന്ദ്ര സാറിൻ്റെ ഫണ്ടിൽ നിന്ന് 2 തവണ ഇത് വൃത്തിയാക്കിയിട്ടും
നല്ല രീതിയിൽ ആത്തി കിടന്നു, പിന്നെ വീണ്ടും ഇത് തന്നെ അനുഭവം. അപ്പം അത് നമുക്കറിയണം. അതാണ്. പിന്നെ അതുമായിട്ട് നമുക്ക് ഈ കൊതുക് ശല്യത്തിൻ്റെ കാര്യം നമ്മൾ കോർപ്പറേഷനിൽ അറിയിക്കുമ്പം, കൗൺസിലറെ അറിയിക്കുമ്പോൾ അവർ വന്ന് ഇവിടെയെല്ലാം 4 ചുറ്റും വൃത്തിയാക്കുകയും പിന്നെ കൊതുകിന് മരുന്നടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും നേരെയായിട്ടില്ല. വലിയ സ്മെല്ലാണ് അനുഭവപ്പെടുന്നത്, വിസർജ്യ അടക്കമുള്ള വസ്തുക്കളുണ്ട് ആണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും സ്മെല്ല് വരുന്നത്. എല്ലാ പേരും മൂക്കിൽ പിടിച്ചുകൊണ്ടാണ് ഇതുവഴി പോവുകയും വരികയും ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം വാതിൽ തുറക്കാറേ ഇല്ല. വാതിൽ തുറന്ന് വെളിയിൽ വരണമെങ്കിൽ നാറ്റം. അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ അനുഭവം. നമ്മളിവിടെ ജനിച്ചുകൊള്ളുന്ന സ്ഥലമാണിത്. അപ്പോൾ എനിക്കിനിപ്പോൾ 67 വയസ്സോളമായി. ഞങ്ങൾ ഈ കുളത്തിൽ നീന്തി കുളിച്ച കുളമാണ്. ഇന്നിപ്പോൾ ഈ ഫ്ലാറ്റ് വന്ന ശേഷം ഇവിടെ നിൽക്കാനും പറ്റുന്നില്ല. കംപ്ലീറ്റ് വേസ്റ്റുള്ള അവിടെ നിന്നാണ് മറ്റേ സെപ്റ്റിടം കടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ആ സൈഡ് അങ്ങ് അറ്റത്താണ്. അവിടെ വലിയ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അന്ന് ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കണ്ടായിരുന്നു. ഇത് പണി ചെയ്യുന്നവരെ കണ്ട് അവർ തന്നെ ഡയറക്റ്റ് ഇത് ഹോൾ അടയ്ക്കുകയും ചെയ്തു. എന്നിട്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ഇപ്പോൾ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോഴത്തെ സ്മെല്ല് തന്നെ എല്ലാത്തിനും അസുഖങ്ങളാണ്. ഒരു രാത്രി 10 മണിയാകുമ്പോൾ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടൻ്റെ വീട് അതാണ്. അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ. വർഷങ്ങളോളം ഇത് നമ്മളെവിടെയെല്ലാം പരാതി കൊടുത്ത് ഇതിന് ഒരു ഇതുമില്ല. കാരണം അവർ ഒരു നിയന്ത്രണവും ഇല്ല. അവരങ്ങ് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ എവിടെയൊക്കെ പരാതി കൊടുത്തു? നമ്മൾ ആദ്യം ഇവിടെ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കോർപ്പറേഷൻ കൊടുത്ത്. അവർ വന്നിട്ട് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ വാരിയിട്ട് ഇത് വേറെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇതെല്ലാം പൈസ വെച്ചാണ് എല്ലാം ചെയ്യുന്നവർ. അതായത് ഈ ഫ്ലാറ്റുകാർക്കെതിരെയാണോ പരാതി കൊടുത്തത്? ഒരു നമ്മൾ സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ആണ് തിരക്ക് പോയത്. അവിടെയാണ് പോയത് പോലീസ് സാറ്. അല്ല, നമ്മളെ അടുത്തല്ല വന്നത്. അത് ആദ്യം അവർ പരാതി കൊടുത്ത റെസ്പോൺസ് സാറാണ് കൊടുത്തത്. അവരെന്തൂടെ ഉണ്ടായിരുന്നു. വന്ന് ഇതെല്ലാം കണ്ട് ഇതിൻ്റെ എഞ്ചിനീയറിനെ ഇതിൻ്റെ ഫോട്ടോയിലെടുത്ത് അവർ കൊടുക്കുകയും ചെയ്തു, പേപ്പറും എല്ലാം. അത് വെച്ചാണ് അവർ കൊടുത്തത്. കൊടുത്തത് ഒരു നടപടി ഇതുവരെ ഒരു നടപടിയില്ല. ഇപ്പോൾ വർഷങ്ങളായി. എത്ര വർഷമായി ഇതിപ്പോഴ് ഫ്ലാറ്റ് വന്നിട്ട് കുറേ കാലമായി. വർഷങ്ങളോളമായി. അവർ ഈ ഫ്ലാറ്റ് ചെയ്തതേ കുളം കണ്ടുകൊണ്ടാണ്. ഞങ്ങളെല്ലാം ഈ കുളത്തിൽ നീന്തി കുളിച്ച കുളം. ഞങ്ങളിവിടെ ജനിച്ചുകൊള്ളുന്നതാണ്. ഇവിടെ നീന്തി കുളിച്ച കുളമാണത്. വർഷങ്ങളായിട്ടുള്ള കുളമാണ് ഇപ്പോൾ ഇങ്ങനെയായി മാറിയത്. ഇപ്പം തന്നെ 40 ലക്ഷം തുടങ്ങി ഇവിടെ കെട്ടിയിട്ട്. എന്തോന്ന് കെട്ടിയിട്ടത്? ഇവർ ഈ തീട്ടം വിടാൻ വേണ്ടിയാണ്. MLA ഫണ്ട് ചെയ്ത ഇതാണ്. തീട്ടം വിടാൻ വേണ്ടിയല്ലേ കെട്ടിയിട്ടത്? അല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ചെളി ഇനിയും വയറാൻ കിടക്കുന്നത്. ഇവിടെ നാറ്റം കൊണ്ട് ദുർഗന്ധം കിടക്കുന്നുണ്ടില്ലേ? എല്ലാം തീട്ടത്തിൻ്റെതാണ്. തീട്ടമാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നിങ്ങൾ അവിടെ നോക്കിയാൽ കാണാം, ഈ ജനലും വാതിലൊക്കെ നമ്മൾ അടച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേറെ ഒരു നിവൃത്തിയില്ല. 1-24 മഴ പെയ്താൽ തന്നെ നമുക്ക് ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല. അവിടെ വീട് ഫുള്ള് ഭയങ്കര സ്മെല്ലായിരിക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്താലാണ് കൂടുതൽ. സത്യം പറഞ്ഞാൽ മഴ പെയ്താൽ ഭയങ്കരമായിട്ട് കൂടും. ബട്ട് അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു സ്മെല്ല് തന്നെയാണുള്ളത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ താമസിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു 5-6 വർഷമായി കാണും. പക്ഷേ അതുവരെ നമ്മൾ വേറൊരു ജംഗ്ഷനിലായിരുന്നു വീട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്താ പറയുക, ഒട്ടും ഇരിക്കാൻ പറ്റാത്തൊരു സ്മെല്ല് തന്നെയാണ്. നമ്മളത് ഇവരെ കൂടെ തന്നെ നമ്മളെല്ലാം ഈ കംപ്ലയിൻ്റ് എല്ലാം ചെയ്തിട്ടുമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് അവിടെ ഒരു ഹോളുണ്ടായിരുന്നു. അവിടെ ഈ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ അടച്ചതാണ്. ബട്ട് എന്നാൽ ഈ രാത്രിയാകുമ്പോൾ ഇവരിവിടെ നിന്ന് പറ്റിയ വേസ്റ്റ് പമ്പ് ചെയ്തിടുന്നുണ്ട്. പിന്നെ ആ ഒരു സ്മെല്ലും എന്താ പറയുക, അവിടെ വെള്ളം പോകണം നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇപ്പോഴും അങ്ങനെ കാണുന്നില്ല. ഇപ്പോഴും ഉണ്ട്. പക്ഷെ വരുന്നത് രാത്രി 9:00 അടിക്കുന്നത്. 9:00. പിന്നെ അല്ലെങ്കിൽ വെളുപ്പാൻ കാലത്ത്. പിന്നെ നല്ല മഴ ഉണ്ടെങ്കിൽ അപ്പോഴും പമ്പ് ചെയ്ത് വിടുകയാണ്. ഇതിനൊരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ ആ സൈഡ് AC കൊണ്ടുവന്ന് കംപ്ലീറ്റ് പൊളിക്കുക. ആ സൈഡ് കംപ്ലീറ്റ് തോണ്ടി വാരി മാത്രമേ. ഇതിലൂടെയാണ് മാലിന്യം തള്ളുന്നത്. ആ കോർണർ, ആ സൈഡ് അവിടെ പൈപ്പുണ്ട്. ഇതോ നിൽക്കുന്നിടത്ത് പൈപ്പ്. മുമ്പ് ഓപ്പണായിട്ട് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ കാണാം. കാരണം പമ്പ് ചെയ്ത് വിടുമ്പോൾ മൊത്തം നനവടി വരണത്. ഇതിപ്പോൾ 9:00 ഒരു 10 മണിക്കാകുമ്പോൾ ഒരു പമ്പ് ചെയ്ത് വിടുകയാണ്. സ്മെല്ലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. വീടിനകത്ത് ഇരിക്കാവില്ല. മാസ്ക് വെച്ചുകൊണ്ടിരുന്നാൽ പോലും ഇരിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഇവിടെ കണ്ട എന്തെങ്കിലും സ്മെല്ലില്ലേ? ഒന്നും ചെയ്ത് ഇപ്പം തന്നെ സ്മെല്ലുണ്ട്. മഴ പെയ്താൽ പിന്നെ നോക്കേ വേണ്ട. പിന്നെ വെളുപ്പിന് ഓടിക്കും. വെളുപ്പം അതാരും ശ്രദ്ധിക്കില്ലല്ലോ. 60 കുടുംബമാണ് താമസിക്കുന്നത്. ഇതുവരെ ഒരു മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വണ്ടി പോലും വന്നിട്ടില്ല. പിന്നെ ഈ വേസ്റ്റ് എവിടെ പോകുന്നു? താഴെ പാവപ്പെട്ട ഹരിജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ ഓട കൂടെ കംപ്ലീറ്റ് വേസ്റ്റോളം പോകുന്നു. അവർക്ക് തന്നെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പുറത്ത് ചെറിയ കുട്ടികളുണ്ട്, അവിടെ ചെറിയ കൊച്ചു കുട്ടിയുണ്ട്, ആ വീട്ടിൽ കൊച്ചു കുട്ടിയുണ്ട്. അപ്പോൾ എങ്ങനെ കിടക്കും? കാണാറില്ല. ഇതൊരു 10 മണിക്ക് ശേഷമാണ് ഭയങ്കരമായിട്ട് സ്മെല്ല് വരുന്നത്. അപ്പം ഇത് ഫ്ലാറ്റിൽ നിന്നോ ഹോസ്റ്റലിൽ നിന്നോ വരുന്നതായിരിക്കാം. 10 മണിക്ക് ശേഷം നമുക്ക് പുറത്തൊന്നും നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഭയങ്കര സ്മെല്ലാണ്. അകത്തിരുന്നാൽ പോലും മൂക്ക് പൊത്തി ഇരിക്കാനേ പറ്റുന്നുള്ളൂ. അതേ രീതിയിലൊരു സ്മെല്ലാണ് വരുന്നത്. കൊതുക് ശല്യം വൈകുന്നേരം ഒരു 6 മണിയായി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാനേ പറ്റത്തില്ല. അസുഖം വന്നാൽ മാറുന്നത് പോലും ഇല്ല. ഭയങ്കര കൊതുകാണ്. കൊതുക് ശല്യവും കൂടുതലാണ്.
നിങ്ങൾ പരാതി എന്തെങ്കിലും കൊടുത്തോ? പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്ത് പോലീസ് വന്ന് ഫ്ലാറ്റിൽ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവിടെ ഈ കുളത്തിലേക്കുള്ള ഓവക്ക സിമൻറ്റിൻ്റെ ചാക്ക് വെച്ചൊക്കെ അടച്ചിരുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോഴും ഭയങ്കര സ്മെല്ലാണ്. രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ സ്വന്തം വീട്ടിൽ താമസിച്ചിരുന്നവർ പോലും വാടകയ്ക്ക് ഇവിടെ നിന്ന് മാറിപ്പോയി താമസിക്കുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. വീട് വാടകയ്ക്ക് കൊടുത്താൽ പോലും ആരും ഇവിടെ നിൽക്കുന്നില്ല. 2-3 ദിവസം നിന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് അവർ പോവുകയാണ്. അമ്മ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ? അങ്ങനെ തന്നെ പറഞ്ഞ് ഇതേപോലെ തന്നെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് സിറ്റ് ഔട്ട് ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര മണ്ടവാണ് ഈ നാറ്റം അടിക്കുമ്പോഴേ. ഞാൻ മൂക്കുമ്പൊത്തിയാണ് നിൽക്കണം. മഴയത്ത് പിന്നെ നോക്കേ വേണ്ട. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. പിന്നെ എപ്പോഴും അസുഖം തന്നെ. ഇവിടെ ഒരു മോക്കൊരു കൊച്ചുണ്ട്, അതിന് എപ്പോഴും വയ്യ. കൊതുകാണെങ്കിൽ കിടക്കാൻ പറ്റണില്ല. കൊതുക് നാറ്റവും ഭയങ്കര ചുടുകൊതു സഹിക്കാൻ പറ്റണില്ല. എന്ന് വെച്ചാൽ എപ്പോഴും തലവേദന അസുഖം തന്നെ. ഞങ്ങൾക്ക് ഇനി ഞങ്ങളിവിടെ കൊടുത്ത് വളർന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എവിടെയും ഓടിപ്പോകാൻ പറ്റും. വാടകയ്ക്കാണെങ്കിൽ വളർന്നാൽ അവർക്ക് ഓടിപ്പോകാൻ പറ്റും. ഞങ്ങൾക്ക് ഓടിപ്പോകാൻ പറ്റുമോ? ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പകൽ പോലും അവിടെ നിൽക്കാൻ, പുറത്തിറങ്ങി മുറ്റത്തിറങ്ങി നിൽക്കാൻ പറ്റണില്ല. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? എപ്പോഴും ഞാൻ കഥപടച്ചാണ്ടിരിക്കണത്. പിന്നെ ഈ മഴ പെയ്യുമ്പോൾ പിന്നെ പറയേ വേണ്ട. ഇപ്പോഴും അവിടെ നിൽക്കാം. ഞാൻ മൂക്കുമ്പോഴത്തേയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്. വീട്ടിനകത്ത് നിൽക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റില്ല. അത് വല്ലാത്തൊരു നാറ്റവും എനിക്ക് അതെടുക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ വരും. എനിക്ക് ആ നാറ്റം അടിക്കുമ്പോഴത്തേക്ക് തലവേദന. ഇല്ലെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ല. മരുന്നും ഗുളിയും കഴിക്കണേ എനിക്ക് കണക്കുമില്ല. അപ്പം നിങ്ങളിത് എന്തെങ്കിലും ഒന്നീ അതിനെ നിയമത്താണ്. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റണില്ല. കൊച്ചിനാണെങ്കിൽ എപ്പോഴും അസുഖം തന്നെ. മാസത്തിൽ പോകും, കൊതുവിനെ കാടിച്ച് പിച്ച് ചെയ്യണം. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൾക്കാരാണെങ്കിൽ രാത്രിയാണ് കൊണ്ട് എറിഞ്ഞിട്ട് പോകണത്. ഇപ്പം തന്നെ വൃത്തിയാക്കിയിട്ട് വീണ്ടും അവിടെ വീണ്ടും വേസ്റ്റ് ഇട്ടിട്ട് അത് അവിടെ എവിടെയൊക്കെ വാരി കൊണ്ടിടുകയാണ് ആൾക്കാർ. പക്ഷെ ഞങ്ങളാരും ഇടണില്ല. ഞങ്ങളാരും ഒരു ചോറ് പോലും ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇടണില്ല. പിന്നെ ആൾക്കാർ ഇടണതിന് കണക്ക് പറഞ്ഞാൽ കേൾക്കുകയില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ശ്രീകാര്യത്തെ മുൻ കൗൺസിലറാണ്. ഇവിടെ ഈ ഒരു ദുരനുഭവം അനുഭവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? ഇവിടെ ഈ കുളത്തിൻ്റെ സമീപത്തായിട്ട് 30ഓളം കുടുംബങ്ങളുണ്ട്. എല്ലാ ജാതി മത വിഭാഗത്തിലുംപ്പെട്ടവർ. ഇതിൻ്റെ മറ്റൊരു ഭാഗത്തെന്ന് പറയുന്നത് പട്ടികാതി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സങ്കേതമാണ്. ശ്രീകാര്യത്ത് ചിത്രവിള കോളനി എന്നറിയുന്നത്. ഇതിലെ ജലം ഒഴുകി പോകുന്നത് ആ കോളനിയിലൂടെ. അപ്പോൾ കോളനിയിലെ കുട്ടികൾക്കുൾപ്പെടെ ഈ പരിസര പ്രദേശത്തിലെ കുടുംബങ്ങൾ, അതായത് കോളനിയിലെ ഇവിടെയെല്ലാം കൂടി ഒരു 150ഓളം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ മാരകമായ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇവിടുത്തെ നാട്ടുകാർ നഗരസഭയുടെ ഉള്ളൂർ സോണൽ ഓഫീസ് HIക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ വന്ന് പരിശോധിച്ചു. എങ്കിലും ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ മാലിന്യം എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്തി അവർക്ക് നോട്ടീസ് കൊടുക്കാനോ അതിനുള്ള അത്തരത്തിലുള്ള നടപടിയൊന്നും സ്വീകരിച്ചില്ല. പകരം ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് കാടുകൾ വെട്ടിത്തെളിച്ചു എന്നുള്ളത് മാത്രമേ. കാട് വെട്ടിത്തെളിച്ചത് കൊണ്ട് യാതൊരു പരിഹാരവും ഈ കാര്യത്തിന് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതിനെ സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട അധികാരികളുമായി മേൽ നടപടി സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇത് മനസ്സിലാക്കുന്നിടത്തോളം ഇത് പൊതുജനാരോഗ്യ നിയമം 2023 നിലവിൽ വന്നതാണ്. ഇത് നടപടി എടുക്കണമെങ്കിൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം മാത്രമേ ഈ കുറ്റക്കാർക്കെതിരെ നോട്ടീസ് കൊടുത്ത് ഇത് കണ്ടെത്തുന്നതിന് അന്വേഷണം നടത്തി ഇത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് പിഴ ഈടാക്കി ഇത് നവീകരിക്കുന്നതിനുള്ള മുഴുവൻ തുകയും അവരിൽ നിന്ന് ഈടാക്കി ചെയ്യും. ഇതാണ് പൊതുജനാരോഗ്യ നിയമത്തിൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം പൊതുജന പകർച്ചവ്യാധി ഉണ്ടാകുന്നത് തടയുക, പൊതുജന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ശക്തമായ നടപടി സ്വീകരിക്കുക. ഇതൊക്കെയാണ് പൊതുജനാരോഗ്യ നിയമം. നമുക്ക് ദുഃഖകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ പൊതുജനാരോഗ്യ നിയമം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം ഈ 2023 ഈ നിയമം വന്ന് 24 മുതൽ നടപ്പാക്കി വരുന്നെങ്കിലും സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും പൊതുജനാരോഗ്യ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ അധ്യക്ഷൻ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാനത്തിലെ അധ്യക്ഷനാണ് ഈ പൊതുജനാരോഗ്യ സമിതിയുടെ അധ്യക്ഷൻ. തിരുവനന്തപുരത്ത് ഇത് 16 സോണുകളുണ്ട്. ഈ 16 സോണുകളിൽ മേയറുടെ അധ്യക്ഷതയിൽ യോഗം കൂടി ചെയർമാനെയും മറ്റ് സെക്രട്ടറിയെ ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്ത് ഇതിൻ്റെ ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട മേയർക്ക് ഞാൻ ഇന്നലെ പരാതി ഇതിനെ സംബന്ധിച്ച് പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള പൊതുജനാരോഗ്യ സമിതികൾ
മേയറുടെ അധ്യക്ഷതയിലുള്ള സമിതികൾ ഇതുവരെയും തിരുവനന്തപുരം നഗരസഭയിൽ രൂപീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട നിലവിലെ മേയറെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് അതിന് മറുപടി പറഞ്ഞത് അടിയന്തരമായി തന്നെ ആ കാര്യം പരിഹരിച്ച് വരുന്ന ദിവസങ്ങളിൽ സമിതി രൂപീകരിക്കും, ഇത്തരത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കും. പക്ഷേ മുൻ മേയർ കാണിച്ച ഉദാസീനമായ സമീപനമാണ് ഈ നിയമം തിരുവനന്തപുരത്ത് ഇപ്പോൾ നടപ്പാക്കാൻ സാധിക്കാതെ വന്നത്. അപ്പോൾ മുൻ മേയറുടെ കാര്യത്തിൽ ഇനി പറഞ്ഞു പോയിട്ട് കാര്യമില്ല. പുതിയ മേയർ എന്തായാലും പൊതുജന ആരോഗ്യ സമിതി വിളിച്ച് 16 സോണുകളിലും 16 സമിതികളും രൂപീകരിച്ച് ആ സമിതികളിലെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർ അംഗങ്ങളാണ്. ഈ പ്രദേശത്തെ പ്രൈമറി ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാരുൾപ്പെടെ അതിൽ സെക്രട്ടറിമാരായിട്ടാണ് ആ പ്രവർത്തനം നടത്തുന്നത്. അത് കർശനമായ നിയമങ്ങളുണ്ട്. ആ കർശനമായ നിയമങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യങ്ങൾ കടന്ന് കുളത്തിലേക്ക് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആരാണോ അവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. അവർക്ക് നോട്ടീസ് കൊടുക്കുകയും അവരിൽ നിന്ന് അത് കണ്ടെത്തി അവരിൽ നിന്ന് എത്ര ലക്ഷം രൂപയാണോ ഇത് നവീകരിക്കാൻ ആവശ്യം അത് അവരിൽ നിന്ന് ഈടാക്കാൻ ഈ നിയമം പറയുന്നു. അതനുസരിച്ച് ചെയ്യും എന്നാണ് എനിക്ക് ലഭിച്ച ഉറപ്പ്. അധികം താമസിക്കാതെ ബഹുമാനപ്പെട്ട മേയർ നേരിട്ട് വന്ന് കണ്ടത് പരിശോധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹത്തോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതും അത് തന്നെയാണ്. നേരിട്ട് വന്ന് ഈ നാട്ടിലെ 150ഓളം കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഈ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് ഈ പ്രദേശത്ത്. കൊച്ചു കുട്ടികൾ ഈ വായു ശ്വസിക്കുകയാണ് 24 മണിക്കൂർ. അതുമാത്രവുമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരാൾ സ്വന്തം വീട് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ഇവർ മറ്റൊരു വീട് വാടകയ്ക്ക് എടുത്ത് മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ട ഗതികേടാണ്. ഇത് കേരളത്തിലെ തിരുവനന്തപുരം നഗരത്തിലാണ് നടക്കുന്നത്. ഇത് ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഒക്കെയാണ് നമ്മളിത് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ ഇത് നടക്കുകയാണ്. ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. തിരുവനന്തപുരത്ത് 100 കണക്കിന് ഫ്ലാറ്റുകളുണ്ട്. ഈ ഫ്ലാറ്റുകളൊന്നും എല്ലാം തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ പലയിടത്തും നേരെ സ്ഥാപിച്ചിട്ടുമില്ല. അതല്ലെങ്കിൽ നഗരസഭയുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് ഇവർക്ക് ടാങ്കറിൽ കൊണ്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചിലവുള്ളതുകൊണ്ട് ഇവിടുത്തെ മിക്ക ഫ്ലാറ്റുകളും പൊതു കുളങ്ങളിലേക്ക് പൊതു ഓടകളിലേക്ക് ഈ കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കി വിടുകയാണ്. നഗരം മുമ്പ് ഈ നിരവധി അസുഖങ്ങൾ മഴക്കാലത്ത് പടർന്നു പിടിക്കുന്നത് പോലെ ഇനിയിപ്പോൾ മഴക്കാലം കൂടെ വരികയാണ്. ഇത് സാംക്രമിക രോഗത്തിൻ്റെ ഒരു തലസ്ഥാനമായി മാറും. അതിനെതിരെ കർശനമായ നടപടി നഗരസഭയുടെയും ആരോഗ്യവകുപ്പിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ തന്നെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ മൂക്ക് പൊത്തി നിൽക്കേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. ഒരു 10-15 മിനിറ്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തല കറങ്ങി വീണേക്കാം. എങ്ങനെയാണ് ഇവിടെ ഈ ഒരു പരിസരത്തുള്ള കുടുംബങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. നിരവധി പരാതികൾ അധികാരികൾക്ക് നൽകി എങ്കിലും ഇതുവരെയും പരിഹാരം കാണുവാൻ തയ്യാറായിട്ടില്ല. ബഹുമാനപ്പെട്ട മേയർ ഉൾപ്പെടെയുള്ള അധികാരികൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഈ ഒരു 150ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി നൽകണം എന്നാണ് മറുനാടൻ്റെ ആവശ്യവും. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.